ശൈല ഇവിടെ അപരിചിതയൊന്നുമല്ല. പിന്നെ ഈ ഇറങ്ങിയിരിക്കുന്നതെന്ന് വെച്ചാൽ പാർട്ടി പ്രവർത്തകർ മാത്രമല്ല, എല്ലാ വിഭാഗത്തിലെ ആൾക്കാർ ഈ പ്രവർത്തനത്തിൽ പങ്കാളിയായിട്ടുണ്ട്. കടന്നംകുളം പഞ്ചായത്തിൽ 3-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ശൈല നമ്മളോടൊപ്പം ഉണ്ട്. വളരെ നല്ല പ്രതീക്ഷയാണ് എന്നോടൊപ്പം ഉള്ളത്. പല മേഖലകളിലും ഉന്നതന്മാരായ ആൾക്കാർ തന്നെയാണ്. ഞങ്ങളുടെ പാർട്ടി സഹാക്കൾ മുഴുവൻ പേര് എന്നോടൊപ്പം ഉണ്ട്. എന്നെ പഠിപ്പിച്ച ടീച്ചർ അതെനിക്കൊരു അസറ്റാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഗിരിചേച്ചി, എൻ്റെ കൂട്ടുകാർ, മൊത്തം എല്ലാ നാട്ടുകാരെ മൊത്തവും എന്നോടൊപ്പം ഉള്ളത് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ, വാർഡിലെ ഏറ്റവും നല്ല പ്രവർത്തനമാണ് ഞങ്ങൾ കാഴ്ചവെക്കുന്നത്. എല്ലാ ദിവസവും ഞങ്ങൾ സ്ക്വാഡ് വർക്കിനൊക്കെ ഇറങ്ങുന്നുണ്ട്. എല്ലാവരും ഒത്തൊരുമിച്ച് നല്ല രീതിയിൽ നല്ല ഭൂരിപക്ഷത്തോട് വിജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളെ പ്രതീക്ഷ. എന്നെ പഠിപ്പിച്ച ടീച്ചർ അതെനിക്കൊരു അസറ്റാണ്. വിജയസാധ്യത, കാരണം ഒരു അധ്യാപിക കൂടെയാണ്, ഒപ്പം നിൽക്കുകയാണ്. എന്താണ് വിജയസാധ്യത? തീർച്ചയായിട്ടും നല്ല വിജയം തന്നെ കിട്ടും എന്നുള്ള ഞങ്ങൾക്ക് കാര്യം ഉറപ്പുണ്ട്. ശൈല ഇവിടെ അപരിചിതയൊന്നുമല്ല. പിന്നെ ഈ ഇറങ്ങിയിരിക്കുന്നതെന്ന് വെച്ചാൽ പാർട്ടി പ്രവർത്തകർ മാത്രമല്ല, എല്ലാ വിഭാഗത്തിലെ ആൾക്കാർ ഈ പ്രവർത്തനത്തിൽ പങ്കാളിയായിട്ടുണ്ട്. അപ്പം എവിടെ ചെന്ന് കഴിഞ്ഞാലും ഒരു കുറ്റം പറച്ചിലോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളെ ഉയർത്തി കാണിക്കലോ ഒന്നുമല്ല. ആളുകൾക്ക് ഒരു തൃപ്തിയാണ് കാണുന്നത്. അതും തീർച്ചയായിട്ടും വോട്ടായി കിട്ടും. പിന്നെ സുപരിചിതയാണ് ശൈല, വളരെ കുട്ടിക്കാലം മുതൽ ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ആയിരിക്കും നമുക്ക്, നല്ലൊരു സുഹൃത്തിനെ ആയിരിക്കും ആളുകൾക്ക് വേണ്ടത്. പിന്നെ കാര്യം പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു പ്രതിനിധിയായിരിക്കണം. അപ്പോൾ ഇതെല്ലാം നമുക്ക് ശൈലിയിൽ കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളോടൊപ്പം കൂടെയുള്ള ഒരാൾ കൂടിയുണ്ട്. പേരെന്താണ്? എൻ്റെ പേര് ജയചന്ദ്രൻ. ഞാൻ ഈ വാർഡ് ഇപ്പം ഇലക്ഷൻ കമ്മിറ്റിയുടെ ഒരു സെക്രട്ടറിയാണ്. മാത്രമല്ല കഴിഞ്ഞ വാർഡ് കമ്മിറ്റിയുടെ വികസന കമ്മിറ്റിയുടെ കൺവീനർ കൂടിയാണ് ഈ വാർഡിൽ. അപ്പോൾ ഷൈലയെ സംബന്ധിച്ചിടത്തോളം ഷൈല ഗ്രാമപഞ്ചായത്തിലേക്കാണ്. ഷൈല ഇപ്പോൾ മാത്രമല്ല, കഴിഞ്ഞ 5 വർഷവും ഈ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് വാർഡിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്നൊരു വ്യക്തിയാണ്. അത് എല്ലാവർക്കും സുപരിചിതയാണ്, ജയിക്കുന്ന കാര്യത്തിൽ തർക്കമല്ല. നമ്മുടെ ഈ 3-ാം വാർഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, കഴിഞ്ഞ നമ്മുടെ കടന്നംകുളം പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വികസനം കൊണ്ടുവന്നൊരു വാർഡാണിത്. അതിലേറ്റവും എടുത്തു പറയത്തക്കത് നിർമ്മാണ പ്രവർത്തനങ്ങളോടൊപ്പം ക്ഷേമകാര്യങ്ങൾ, അതിലുപരിയായിട്ട് കേരളം ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്ത ഒരു പദ്ധതിയാണ് ഇവിടുത്തെ കണ്ടൽ പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ പദ്ധതിയായിരുന്നു. മുഖ്യമന്ത്രിയുടെ അംഗീകാരം കിട്ടി, സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തും കടന്നംകുളം പഞ്ചായത്തും കൂടെ ഏറ്റെടുത്തു. നമ്മുടെ വാർഡിലെ മെമ്പറും കൂടെ ചേർന്ന് വളരെ കടന്നംകുളം കായലിൽ അങ്ങോളം 8 കിലോമീറ്റർ ചുറ്റളവിൽ കണ്ടൽ വികസനം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ പഠനങ്ങൾ പലതും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിരന്തരം വികസനം ഉണ്ടായിരുന്നൊരു വാർഡാണ്. ആ വാർഡിൻ്റെ വികസന തുടർച്ച ശൈലയിൽ അങ്ങനെ നടപ്പാക്കും എന്നുള്ള വിശ്വാസം ജനങ്ങൾക്കുണ്ട്. ആ വിശ്വാസം തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് നയിക്കുന്നത്. തീർച്ചയായിട്ടും ജയിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നല്ല ശുഭപ്രതീക്ഷയാണ്. കടന്നംകുളം പഞ്ചായത്തിൻ്റെ 3-ാം വാർഡിലെ പ്രവർത്തകനാണ് ഞാനെന്നുള്ള നിലയ്ക്ക് പറയുകയാണെങ്കിൽ, ഞങ്ങൾക്ക് ഇവിടെ ഏറ്റവും മാതൃകാപരമായി, അതായത് വാർഡ് മെമ്പർ ആകുന്നതിന് മുമ്പ് തന്നെ ശൈല ഇവിടുത്തെ പട്ടയം, അതായത് കയറിക്കിടക്കാടത്തിന് പട്ടയംപരമായി താൽക്കാലിക പട്ടയം പോലും 100 കണക്കിന് വാങ്ങിച്ചു കൊടുത്ത ഒരു ഉറച്ച സഹാവാണ് ശൈല. മാത്രമല്ല, പാർട്ടിയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഒരു പൊതുപ്രവർത്തകയായിരുന്നു. മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഞങ്ങളുടെ കടന്നംകുളം പഞ്ചായത്തിൽ 3-ാം വാർഡിന് ലഭിച്ച അസറ്റ്, അതായത് മൂല്യമാണ്, വിലമതിക്കപ്പെട്ട സ്ഥാനാർത്ഥികളാണ്. അവരുടെ ജയിപ്പിക്കേണ്ട ബാധ്യത ഈ പാവപ്പെട്ട അല്ലെങ്കിൽ അധസ്ഥിതരായി കിടന്ന, അല്ലെങ്കിൽ കയർ മേഖലയിലും ചുമന്നും ഒക്കെ കിടന്ന് ജീവിക്കുന്ന അവരുടെ അഭിമാനം കൂടിയാണ് ഇവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ വിജയം.